അപ്പോൾ നമ്മളിന്ന് ഒരു വ്യത്യസ്തമായ ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണിയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. പക്ഷേ ഇന്ന് നമ്മൾ ബീഫ് വെച്ചല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്, ഞണ്ട് വെച്ചാണ് നമ്മളൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമുക്ക് കപ്പ ബിരിയാണിക്കുള്ള ഞണ്ടായിട്ടുണ്ട്. ഞണ്ടൊന്ന് പൊളിച്ചെടുക്കാം. ഈ കാലം നമുക്ക് ആവശ്യമില്ല. ഇങ്ങനെ വേണം നമ്മൾ ഞണ്ട് പൊളിച്ചെടുക്കാനായിട്ട്. ഇനി ഇവിടുത്തെ പൂവൊന്നും എടുത്ത് കളയുക. ഇനി നമുക്ക് ഞണ്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പം നമ്മൾ ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് കപ്പയൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കപ്പ തൊലി കളഞ്ഞ് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ചരുവത്തിൽ വെള്ളം അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇത് ഇങ്ങനെ ഇരുന്ന് വേകട്ടെ. അങ്ങനെ നമ്മുടെ കപ്പ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് കടുക്, അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുക. തോലോട് കൂടി ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. തോലോട് കൂടിയും ചതയ്ക്കാം, തോലില്ലാതെയും ചതയ്ക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ തോലോട് ഇട്ടാണ് ചതച്ചേക്കുന്നത്. കാരണം തോലിട്ട് ചതക്കുമ്പോഴത്തേക്ക് നമുക്ക് ടേസ്റ്റ് ഇച്ചിരി കൂടും. അരിഞ്ഞു വെച്ച തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 4 പച്ചമുളക് കീറിയിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി,
1.5 സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, അല്പം മീറ്റ് മസാല പൊടിയാണ് കേട്ടോ, ഗരം മസാല പൊടിയാണ് ഇട്ടത്. മീറ്റ് മസാല പൊടി ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. മസാല പൊടി എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം പോരാതെ വന്നിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞണ്ട് വേകാനുള്ള വെള്ളം വേണം, അതുകൊണ്ടാണ് നമ്മൾ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചത്. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇങ്ങനെ ഇരുന്ന് വേവട്ടെ. ഇനി ഒന്ന് ഉടച്ചെടുക്കാം. ഉടച്ചു വെച്ച കപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ടും കപ്പയും കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് ഇച്ചിരി സാധനങ്ങളൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ അതിനായിട്ട് എടുത്തേക്കുന്നത് ഒരു ചെറിയ സവാള ചെറുതായിട്ട്, തീരെ ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ തന്നെ ഒരു പച്ചമുളക് തീരെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് തൂക്കി കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് തൂക്കി കൊടുക്കാം. ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് വലിച്ചു വാരി ചേർക്കുന്നില്ല, നമുക്ക് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് നമുക്ക് സെറ്റാക്കി ഇനി എടുത്തേക്കാം. ഇനി നമുക്ക് കുറച്ചങ്ങോട്ട് പാത്രത്തിലോട്ടാക്കാം.
അങ്ങനെ നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. കൊള്ളാം കേട്ടോ, പൊളി സാധനം, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അമ്മാതിരി സാധനം കേട്ടോ. നമ്മളിത് വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം, അപ്പോൾ അറിയാം. അടിപൊളി, പൊളി സാധനം കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കുന്നതും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം കഴിക്കുന്നതും. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് നമ്മുടെ ബീഫ് കപ്പ ബിരിയാണിയോ ചിക്കൻ കപ്പ ബിരിയാണിയോ അല്ല, ഇതൊരു തീർ സാധനമാണ്.